കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ. ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകത്തെ നിറഞ്ഞു, ആകത്തെ നിറഞ്ഞു. എപ്പോഴാ പാട്ട് പാടി തുടങ്ങിയത്? പാട്ടിനോടൊരു കമ്പം വന്നു തുടങ്ങിയത്? അത് 1.5 വയസ്സിൽ തന്നെ. 1.5 വയസ്സിലാ പാടുമായിരുന്നു. ചെന്നൈയിലായിരുന്നു. സംഗീതം ഒരു സാധനയായിട്ട് എടുക്കുക, ഉപാസനയായിട്ട് എടുക്കുക. പിന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഗുരുഭക്തി പ്രധാനമാണ്. ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചല്ലോ. അതാണ്. എങ്ങനെയുണ്ട് ആ ഒരു ഫീല്? കിട്ടിയെന്ന് അറിഞ്ഞപ്പോ എന്താ തോന്നിയേ? നമ്മളൊന്നും ആയിട്ടില്ല എന്ന് വേണം എപ്പോഴും കരുതാൻ. ഇനി അപ്പോൾ എല്ലാം ആയി എന്ന് വിചാരിച്ചാൽ തീർന്നു. അങ്ങനെ വിചാരിക്കരുത്. അല്ല, നമ്മള് വലിയ ആളായിട്ട് കാര്യമില്ലല്ലേ. എന്തെങ്കിലും തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ആ സമയത്ത് വന്നാൽ തീർന്നു. നമ്മൾ ആരുടെ ഇവിടെ ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആരുടെയും പുറകെ പോവുകയാകട്ടെ, എനിക്കൊരു ചാൻസ് തരണമെന്ന് പറയുകയായിട്ട് ഒന്നുമില്ല. നമ്മുടെ നിറവിടം എന്നുള്ള സിനിമ, നിറകുടം, ദാസേട്ടൻ പാടി താരാട്ടുമുണ്ട്, ആരാരും. അത് രാഗം മധ്യമാവധിയും ശ്രീരാഗം കൂടെ കലർന്ന രാഗമാണ്. ആ വരി കേൾക്കുമ്പോഴല്ലോ പാട്ട് കഴിയുമ്പോൾ രോമാഞ്ച കുട്മളം വരും. ഉറപ്പായിട്ടും. ഞാനിപ്പോ എന്താ പറഞ്ഞ രോമാഞ്ച കുട്മളം. കുട്മളം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പാടിയ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റാക്കി എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു കയ്യൊപ്പ് തന്നിട്ടുള്ള നമ്മുടെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി ചേച്ചിയാണ്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സൂപ്പർ വിശേഷമല്ലേ. ഇതല്ലേ നമുക്ക് ഏറ്റവും വലിയ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചല്ലോ. അതാണ്. എങ്ങനെയുണ്ട് ആ ഒരു ഫീല്? അത് കിട്ടിയെന്ന് അറിഞ്ഞപ്പോ എന്താ തോന്നിയേ? വാട്ട് എ സർപ്രൈസ്. ആണോ? എവിടെയായിരുന്നു ഇത് അറിഞ്ഞപ്പോ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ TV വെച്ചില്ലെന്നേ ഉള്ളൂ ആ സമയത്ത്. ആരെ വിളിച്ചു പറഞ്ഞേ? VK സുഭാഷ്, എറണാകുളത്തെ ഡോക്യുമെന്ററി ഒക്കെ എടുക്കുന്ന, എന്റെയും ചെയ്തിട്ടുണ്ട് സല്യൂട്ട്. അപ്പൊ അദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അറിയത്. അപ്പം സന്ധ്യാസമയത്ത് TV വെക്കാറില്ല. പിന്നെ നാഷണൽ അവാർഡ് ഇപ്പൊ ഡിക്ലെയർ ചെയ്യുന്ന അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ആഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആവും. അങ്ങനെ പറഞ്ഞിരിക്കും. ഇത്ര പെട്ടെന്ന് കിട്ടിയപ്പോ സർപ്രൈസ് അടിച്ചു പോയി. വിളിച്ചു പറഞ്ഞപ്പോ എന്റെ അമ്മ. ആരോടാ ഇത് കിട്ടിയപ്പോ തന്നെ? ആരോടാ ആദ്യം പറഞ്ഞേ? അച്ഛനോടും അമ്മയോടും. അതെ അതെ. സുഭാഷ് ചേട്ടൻ വിളിച്ചത്, എനിക്ക് നാഷണൽ അവാർഡ് ഉണ്ട്, TV അനൗൺസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും. എനിക്കോ? ഓഹോ. അല്ല, അറിയായിരുന്നു. മീൻസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? പ്രതീക്ഷിച്ചായിരുന്നോ? പ്രതീക്ഷിച്ചായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു. അത്രേ ഉള്ളൂ. നേരത്തെ കിട്ടിയപ്പോ നമുക്ക് സന്തോഷം, ഒന്നുകൂടി സർപ്രൈസ് അടിച്ചു. ഓക്കേ. ഇപ്പൊ ഞാനില്ലേ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താ ഈ കാറ്റേ കാറ്റേ പറഞ്ഞ പാട്ടില്ലേ അത് വരുന്നേ. അപ്പൊ നമ്മള് ആ പാട്ടിന്റെ ആ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള പാട്ടായിരുന്നു. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളിങ്ങനെ എന്നിട്ട് എന്താ പറയാ, പാടത്ത് കൂടെ ഒക്കെ നടന്ന് കളിക്കുമ്പോ ആ പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നു. ആണോന്നോ? ആ പാട്ടൊന്ന് പാടിത്തരോ? കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ. ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകത്തെ നിറഞ്ഞു, ആകത്തെ നിറഞ്ഞു. ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നു. മീനത്തി വെയിലിൻ ചൂടിൽ തണുതണെ തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. താങ്ക് യു. പിന്നെ അതേപോലെ തന്നെ ഞാൻ കേട്ട ഒരു കാര്യമാണ്, കുറെ പാരഡി സോങ്സ് ഒക്കെ ഉണ്ടാക്കാറില്ലേ? ഉണ്ടാക്കുന്നത് ഞാൻ കൂടുതൽ സുധീർ പറവൂരേട്ടന്റെ ഫാനാണ്. പിന്നല്ല. അപ്പൊ ഇപ്പൊ ഏതെങ്കിലും ഒരു റീസെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാരഡി സോങ് ഉണ്ടോ കയ്യില്? ഉണ്ട്. ഒന്ന് പറയട്ടെ. കമോൺ. പ്രഭാകര എന്താ പ്രഭാകര, സ്വരം പോയതെന്താ പ്രഭാകര, ശാസ്ത്രീയ സംഗീത ഗായക, നിന്നോട്ടോറിക്ഷയ്ക്കായി കാത്തു നിൽക്കും തുളസീധരനാണു ഞാൻ, സിംഗർ തുളസീധരനാണു ഞാൻ. സ്വരം പോയതെന്താ പ്രഭാകര.
പിന്നല്ല അതൊക്കെ അത്ര ഉള്ളൂ. അതുപോലെ ഞാൻ ഒരു സീക്രട്ട് വെക്കട്ടെ. അതായത് ഇപ്പൊ പാരഡി ഒക്കെ എഴുതുന്നോണ്ട് തന്നെ സ്വന്തമായിട്ട് അല്ലാതെയും പാട്ട് എഴുതാറുണ്ടോ? ഞാൻ അച്ഛനും അല്ലാതെ ഇപ്പൊ പാരഡി അല്ലാതെ ക്ലാസിക്കൽ ചെയ്തിട്ടുണ്ട്. വർണ്ണം, 2 വർണ്ണം, കീർത്തനം, തില്ലാന്, അത്രേ ഉള്ളൂ. 2 വരി. ഒരെണ്ണം മറ്റേ ഗണപതിയുടെ ഒരു കീർത്തനം, ബലഹരി രാഗം, ആദ്യതാണ്. എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടി പറയണേ. ദന്തിവദന ശ്രീ ഗണപതി, ദന്തിവദന ശ്രീ ഗണപതി, കരുണാസാഗര നമോസ്തുതേ, ദന്തിവദന ശ്രീ ഗണപതി, കരുണാസാഗര നമോസ്തുതേ, ദന്തിവദന ശ്രീ ഗണപതി. അതല്ലേ എല്ലാ പാട്ട് പാടുമ്പോഴും അതിനൊരു യുണീക്നെസ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഏത് പാട്ടാണെങ്കിലും ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മറ്റേ നമ്മുടെ സ്വപ്നസുന്ദരി ആ പാട്ടാ. അപ്പൊ അതില് വന്നപ്പോ വേറൊരു യുണീക്നെസ്. പിന്നെ കാറ്റ് കാറ്റ് ആയപ്പോ അതില് വേറെ, അതേപോലെ തന്നെ നമ്മൾ അവാർഡ് കിട്ടിയ പാട്ടിന് അതിന് വേറൊരു ഇത്. ഇതെല്ലാം കൂടെ എങ്ങനെ ഇതിനെല്ലാത്തിനും ഒരു പ്രത്യേകത കൊണ്ടുവരാൻ പറ്റണേ? ഓരോ അതിന്റെ താളായാലും എല്ലാ കാര്യത്തിലും ഭയങ്കര പ്രത്യേകത. അത് ഇപ്പൊ ഒരു പാട്ട് കിട്ടുമ്പോ ആദ്യം തന്നെ മൈൻഡിലുണ്ടാവും ഇതിങ്ങനെ ഇതിങ്ങനെ പാടാ. അതേപോലെ തന്നെ ഇപ്പൊ ഞാനൊരു പാട്ട് കേൾക്കുമ്പോ അതിന്റെ ഇമോഷൻസ് ഒക്കെ ഹൗസോ എനിക്ക് ഇപ്പൊ കരച്ചിലാണെങ്കിൽ അയ്യോ അങ്ങനെ ഒരു തോന്നുന്നു എനിക്ക്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, അതായത് പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചേച്ചീനെ. അത് മാത്രല്ല ഇപ്പൊ നമ്മുടെ ഈ കമന്റ്സ് ഒക്കെ നോക്കുമ്പോ, യൂട്യൂബിലുള്ള കമന്റ്സ് ഒക്കെ നോക്കുമ്പോ അതിൽ വരുന്ന ഒരു കാര്യമാണ്, പാട്ട് പാടിയോ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞിട്ടേ ആള് പോവുള്ളൂ, അങ്ങനെ ഒരു ഇത് പറയാറുണ്ട്. അപ്പൊ അതിലൊക്കെ എന്താ പറയാനുള്ളത്? അതൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ട്, ദൈവമേ, മാതാപിതാക്കളുടെയും പിന്നെ ഗുരു കടാക്ഷം, അങ്ങനെ പറയാം. അതുപോലല്ലേ എന്താ പറയാ, ഇപ്പൊ ഒരു പാട്ട് പാടാൻ പോകുമ്പോ ആദ്യം എന്താ മനസ്സിലുണ്ടാവുക? പ്രാർത്ഥനകളാണോ? പ്രാർത്ഥനകളാണ്. ഗണപതി ഭഗവാനോടൊക്കെ, ഗണപതി, സരസ്വതി, വൈക്കത്തപ്പനെ എല്ലാരെയും പ്രാർത്ഥിക്കുക. സമയത്തെല്ലാം വരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പാടിയാൽ പോരാ, സമയത്ത് ഇതെല്ലാം വരണമെങ്കിൽ ഭഗവാൻ വിചാരിക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. അല്ല, നമ്മള് വലിയ ആളായിട്ട് കാര്യമില്ലല്ലേ, എന്തെങ്കിലും തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ആ സമയത്ത് വന്നാൽ തീർന്നു. അതാണ് തൊണ്ടയൊക്കെ വരുത്തണമെങ്കിൽ, നന്നാകണമെങ്കിലും ഭഗവാൻ വിചാരിക്കണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദക്ഷിണാമൂർത്തി സ്വാമികൾ പറയുന്ന വാചകമാണ് ഞാനും പിന്തുടരുന്നത്. ഇപ്പല്ലേ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കോട്ടിനെ, ഇപ്പൊ ഈ ഒരു ഇത് എന്ന് പറയൂല നമ്മള്, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ്, ആ ഒരു സാധനം. ഇപ്പൊ ഞാൻ പറയാറുണ്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതേപോലെ എന്തെങ്കിലും ഉണ്ടോ? മീൻസ് കയ്യിൽ എപ്പോഴും സ്വയം ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറയുന്ന എന്തെങ്കിലും? അതാണ് ഇപ്പൊ ഞാവും സെറ്റും ഞാവും ന്യൂവും ഒക്കെ. അങ്ങനെ ആ സൗണ്ട്. അതെ. ഓക്കെ. ഇപ്പോഴും റേഡിയോക്ക് വിളിക്കാറുണ്ടോ? ഉണ്ടല്ലോ, ഇനിയും വിളിക്കും. ആദ്യമൊക്കെ കേട്ടിട്ടുണ്ട് റേഡിയോക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇപ്പോഴും വിളിക്കാറുണ്ടോ? അതുകൊണ്ട് ഇനിയും വിളിച്ചോണ്ടേയിരിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വിളിക്കും, നമ്മൾ മറക്കത്തില്ല. ഓക്കെ, അങ്ങനെയാണ് കാര്യം. ഇല്ല, ഇനിയില്ലേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പോയിട്ട് അവാർഡ് വാങ്ങല്ലോ, അതിന്റെ ഒരു സന്തോഷല്ലേ? പിന്നെ അതിന്റെ സന്തോഷമുണ്ട്. ദൈവമേ, പോവാൻ കാത്തിരിക്കും, ആകാനായിട്ട് റെഡി ആയിട്ടിരിക്കും. ഡൽഹിയിൽ വെച്ചിട്ടില്ലേ? ഇന്ന് എത്തണ ഗുജറാത്താന്ന് കേട്ടു. ഗുജറാത്തിലാ? അതെ, സെപ്റ്റംബറിലാണ്. ഡേറ്റ് ഒന്ന് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, പോവായിരുന്നു. ഇനിയിപ്പോ തിരക്കുകൾ ഉണ്ടോ? ഇനിയും പാട്ടുകൾ പാടാൻ വേണ്ടിട്ട് തിരക്കാണോ ഇനി? ഇനിയും ഇഷ്ടംപോലെ ഉണ്ട്. അച്യുതാവതാരം കണ്ടായിരുന്നു? അതിൽ 5 ഭാഷയിൽ ഞാൻ പാടിയിട്ടുണ്ട്. അതേപോലെ ബാഹുബലി സിനിമയില് ആരിവൻ അതൊക്കെ എപ്പിക് സാധനങ്ങൾ. അതായത് ചേച്ചി അവരിവിടെ വന്നിട്ട് പറയുന്നുണ്ടെങ്കിൽ ചേച്ചിയെ കൊണ്ട് അത് പറ്റുന്നുള്ള ഒരു ഇതാണല്ലോ. എല്ലാത്തിലും ആപ്റ്റ് ആവുക എന്നുള്ളൊരു സാധനം ഉണ്ട്. അപ്പൊ ഇപ്പൊ അല്ലേ പാട്ട് പാടിയിട്ട് കുറെ കുട്ടികൾ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലായാലും ഇതിലൊക്കെ ആയാലും പാട്ട് പാടാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? സംഗീതം ഒരു സാധനയായിട്ട് എടുക്കുക, ഉപാസനയായിട്ട് എടുക്കുക. പിന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, ഗുരുഭക്തി പ്രധാനമാണ്. ഇതൊക്കെ ഉണ്ടായിരിക്കണം. വിനയം,
നമ്മളൊന്നും ആയിട്ടില്ല എന്ന് വേണം എപ്പോഴും കരുതാൻ. ഓ ഇനി അപ്പോൾ എല്ലാം ആയി എന്ന് വിചാരിച്ചാൽ തീർന്നു. അങ്ങനെ വിചാരിക്കരുത്. പിന്നെ പാടുന്ന സമയത്ത് മാത്രം, സ്റ്റേജിൽ മാത്രം ഞാനാണ് ഏറ്റവും വലിയ സിംഗർ, ഞാനാണ് രാജാവ്. പാടുന്ന സമയത്ത് മാത്രമേ വിചാരിക്കാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മൾ വലിയ ആളല്ല എന്ന് വിചാരിക്കണം. പാടുന്ന സമയത്ത് അങ്ങനെ വിചാരിക്കുവാണെങ്കിൽ നമുക്ക് പേടി ടെൻഷനൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ മധു ബാലകൃഷ്ണൻ സാർ പറഞ്ഞിരിക്കുന്നത്. ടി വി ഗോപാലകൃഷ്ണൻ സാറും പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ ആരൊക്കെ വിളിച്ചു? ഇപ്പൊ ഇത് കേട്ട സമയത്ത് നാഷണൽ അവാർഡ് ഉണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് ആരൊക്കെ വിളിച്ചു? എന്തൊക്കെയാ പറഞ്ഞത്? അവരൊക്കെ വിളിക്കുന്നവരൊക്കെ എന്താ പറയുന്നേ? കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. എം ജയേന്ദ്ര സാർ വിളിച്ചായിരുന്നോ? പിന്നെ അന്ന് തന്നെ വിളിച്ച് സാറ് പറഞ്ഞു ഇനി ഇന്റർനാഷണൽ വരെ പോകും നോക്കിക്കോ. അപ്പോഴും ഞാൻ ഇങ്ങോട്ട് വിളിക്കേണ്ടി വരും എന്റെ പൊന്നോ. അവിടെ ഇങ്ങോട്ട് വിളിച്ചതാല്ലേ? അതെ അതെ, ജയേന്ദ്ര സാറ് വിളിച്ചു. പിന്നെ നമ്മുടെ പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സാറ്, സുജാത ചേച്ചി, മധു ബാലകൃഷ്ണൻ ചേട്ടൻ, ദേവാനന്ദേട്ടൻ, ദീപാങ്കുരൻ ചേട്ടൻ ഒക്കെ വിളിച്ചായിരുന്നു. എല്ലാരും വിളിച്ചു. സുജാത ചേച്ചി, ശ്വേതാ മേനോൻ മേഡം, മഞ്ജു വാര്യർ ചേച്ചി, മഞ്ജു ചേച്ചിയും വിളിച്ചു. ചിത്രാമ്മ വിളിച്ചിട്ടില്ല. മറ്റന്നാൾ അവിടെ ചെല്ലുമ്പോ മീറ്റ് ചെയ്യും. ചിലപ്പോൾ നേരിട്ട് അഭിനന്ദിക്കുമായിരിക്കും. അങ്ങനെ ആയിരിക്കും. ചിത്രാമ്മയൊന്നും വിളിച്ചില്ല. നീ മെസ്സേജ് ഇട്ടു, എം ജെ എണ്ണം മെസ്സേജ് ഇട്ടു എന്ന് പറഞ്ഞു. അതെ അതെ. ഗാവാലം ശ്രീകുമാറായിട്ട് മധുവണ്ണം വിളിച്ചു. മധു ബാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? അതെ അതെ. ഗാവാലം ശ്രീകുമാറായിട്ടൊക്കെ വിളിച്ചു പറഞ്ഞു എന്തോ വേണോ അല്ലേ. എന്താ കഥ, എന്താ കഥ. ഈ പാട്ടിന്റെ ദീപു ചേട്ടനൊക്കെ വിളിച്ചു. എല്ലാരും വിളിച്ചു. എന്റെ മുന്നോ അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഈ ഗായത്രി വീണ ഗായത്രി വീണ ആയിരുന്നില്ലേ? അതെ, ഗായത്രി വീണ തന്നെ ഇപ്പോഴും. ഗായത്രി വീണയിലാണല്ലോ മീൻസ് തുടങ്ങിയത്. അല്ല, പാട്ടാണ് ആദ്യം, പിന്നെയാണ് ഗായത്രി വീണയിലേക്ക്. ഓക്കെ. അതിനു മുമ്പ് വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നോ? ഗായത്രി വീണ വായിക്കുന്നതിന് മുമ്പ് PP വായിക്കുമായിരുന്നു, കൊച്ചുപിള്ളേരൊക്കെ കളിക്കും. അതിനുശേഷം ഇപ്പൊ കീബോർഡ്, മൃദംഗം, തബല, ഗിടം എല്ലാം വായിച്ചു നോക്കിയിട്ടുണ്ട്. തകിലും വായിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ കസു. മറ്റേ റഷ്യൻ. അതെ അതെ. എപ്പോഴാ പാട്ട് പാടി തുടങ്ങിയത്? പാട്ടിനോടൊരു കമ്പം വന്നു തുടങ്ങിയത്? അത് 1.5 വയസ്സിൽ തന്നെ. 1.5 വയസ്സിലാ പാടുമായിരുന്നു. ചെന്നൈയിലായിരുന്നല്ലോ ഞങ്ങള് 5 വയസ്സ് വരെ. ഓക്കെ. ആ സമയത്ത് പാട്ടിനോട് ഇഷ്ടം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഈ സിനിമയില് പാടണം അങ്ങനെ ഒരു ഇഷ്ടം ആദ്യം ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാരും പറഞ്ഞപ്പോ ശരിയാ, നല്ല കാര്യം. എല്ലാരും കേൾക്കുമ്പോഴേ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ചിത്ര ചേച്ചിയൊക്കെ പാടണം, ദാസേട്ടനൊക്കെ പാടുമ്പോ ആദ്യമായിട്ട് ഈ കാറ്റ് കാറ്റ് പാടാൻ വിളിച്ചപ്പോൾ ഉള്ളൊരു ഫീൽ എന്തായിരുന്നു? സന്തോഷമായിരുന്നു കേട്ടോ. സാറ് വിളിക്കുമ്പോ, പ്രത്യേകിച്ച് കേന്ദ്ര സാറൊക്കെ വിളിക്കാന്ന് പറഞ്ഞ ഭാഗ്യല്ലേ. ഞാനും ചോദിച്ചിട്ടുമില്ല ആരോട്. നമ്മൾ ആരുടെ ഇവിടെ ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആരുടെയും പുറകെ പോവുകയാകട്ടെ, എനിക്കൊരു ഓഫർ ചാൻസ് തരണോന്ന് പറയുകയായിട്ട് ഒന്നുമില്ല. അല്ലാണ്ട് തന്നെ ഭഗവാൻ കൈ കൊണ്ട് തന്നില്ലേ. ഇപ്പൊ നമ്മള് സന്തോഷിക്കണം. അങ്ങനെ ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യല്ലേ. ഉറപ്പായിട്ടും ഇനിയും ഒരുപാട് അവാർഡ്സ് വരാനുള്ളതാ. അപ്പൊ നമ്മള് സ്ട്രോങ് ആണ്. അതെ അതെ. നമുക്ക് അവാർഡ് കിട്ടിയ പാട്ടൊന്ന് കേൾക്കാൻ പറ്റോ? അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. ഇത് ഈ പാട്ട് പാടുമ്പോ എന്തായിരുന്നു മനസ്സിൽ? അതായത് ഒരുപാട് ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു പാട്ടാത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഈ പാട്ട്. അപ്പൊ ഈ പാട്ട് പാടുമ്പോ ശരിക്കും എന്തായിരുന്നു ആ സമയത്ത്, എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ? ആ സമയത്ത് ഒരു താരാട്ട് പാട്ടായിട്ട് ഫീൽ ചെയ്തു, മോട്ടിവേഷനായിട്ടും പിന്നെ ഒരു വരിയിൽ ശോകമായിട്ടും എല്ലാം, പിന്നെ ഫോക്ക് എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു മിക്സഡ് സോങ് അല്ലേ. അത് ഒരുപാട് സന്തോഷമായി എനിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ദീപു നയനൻ തോമസ് സാറ് പാട്ട് അയച്ചു തന്നു, കേട്ട് പഠിച്ചു. അവിടെ പോയി എറണാകുളത്ത് റെക്കോർഡ് ചെയ്തു. അതൊക്കെ ഒരു അനുഭവമായിരുന്നു. പിന്നെ ഇന്നത് മുത്തശ്ശി ഒരു കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കുന്ന അതാണ് അതിന്റെ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് പാടണമെന്നൊക്കെ, ഇന്ന രീതിയിൽ പാടണമെന്നൊക്കെ പറഞ്ഞു. അതുപോലെ പാടി. നമുക്ക് ഇൻസ്ട്രുമെന്റ് വായിക്കാം. നമ്മുടെ ജിങ്കനമണി എന്നുള്ള സോങ്ങിൽ ആദ്യം അതല്ലേ വായിച്ചിരിക്കുന്നത്? ഇൻസ്ട്രുമെന്റ് ആയിരുന്നു അല്ലേ? ഞാൻ ഇപ്പൊ എനിക്ക് കണക്ട് ആയി. ഇപ്പോഴാണ് സംഭവം മനസ്സിലായതല്ലേ. ഇനി നമുക്ക് മറ്റേ വേറെ ഏതോ പാട്ട് പാട്ടെല്ലാം ഏതാന്നെല്ലാരും പറയുവോ? കേട്ട് പറയണേ. ഓക്കെ. ടാസ്ക് ആണ്, പ്രേക്ഷകർക്കുള്ളതാണ്. ടാസ്ക് ആണ്. എല്ലാരും പറയണത് ഏതാ പാട്ടെന്ന്.
ഓക്കെ, താങ്ക് യു. താങ്ക് യു. നല്ല നല്ല രസമുണ്ട് കേൾക്കാന്. എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് ഞാനിങ്ങനെ സ്റ്റക്കാവുന്നു. അതല്ലേ ഇപ്പൊ അല്ലേ കൊറേ ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പൊ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ അറിയാം? ഇപ്പൊ നമ്മുടെ ഗായത്രി വീണ കൂടാതെ കസുണ്ട്, നേരത്തെ പറഞ്ഞില്ലേ മൃദംഗം, തബല, തകിൽ, കീബോർഡ്, പി. ഇനി ഏതെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഏതെങ്കിലും ഇതും കൂടെ എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള? വയലിന് ഇച്ചിരി പണിയാട്ടോ. ആഗ്രഹം ഉണ്ടെങ്കിൽ ഇച്ചിരി പണിയാണ്. അതൊക്കെ സെറ്റ് ആവും. നമ്മൾ ആരാ, അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അത് നമ്മൾ പഠിക്കും. ദൈവമേ, വയലിൻ പഠിക്കണം ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്, എന്നാലും ഇച്ചിരി ക്ഷമ കുറവ്. അതിനും ശിവാനന്ദ സാർ, നമ്മുടെ നെടുമങ്ങാട് ശിവാനന്ദൻ സാർ പഠിപ്പിക്കും, പിന്നെ സുൽമാവനൊക്കെ പഠിപ്പിക്കും. അതെ. ഇനിയിപ്പോ ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ കൂടെ പാടിയല്ലോ, അതേപോലെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തു. ഇനിയിപ്പോ ആരുടെങ്കിലും കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടോ? ഉണ്ടല്ലോ, ഇഷ്ടംപോലെ. ഇളയരാജ സാറുണ്ട്, AR റഹ്മാൻ സാർ, ശരത് സാർ, വിദ്യാസാഗർ സാർ, അപ്പൊ വേണി സാർ. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ ചേച്ചിക്ക്? അങ്ങനെയൊന്നുമില്ല, എല്ലാ പാട്ടും ഇഷ്ടം. എന്നാലും എപ്പോഴും നമ്മളിങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട്? ഇന്ന് നമ്മുടെ നിറവിടം എന്നുള്ള സിനിമ, നിറകുടം, ദാസേട്ടൻ പാടിയ ഒരു താരാട്ടുമുണ്ട്, ആരാരും. അത് രാഗം മധ്യമാവധിയും ശ്രീരാഗം കൂടെ കലർന്ന രാഗമാണ്. അത് കേൾക്കുമ്പോഴല്ലോ എന്താ സുഖം. ഒരു വരി പാടാവോ? അത് പാടാം. അതായത് സംഭവം ഇത് ഒരു ശോകവുമാണ്, എന്നാൽ താരാട്ടുമാണ്. അങ്ങനെയാണ്. ആരാരോ 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 ആരിരാരോ, ജീവിതമെന്നൊരു തൂക്കുപാലം, ജീവികൾ നാം എല്ലാം സഞ്ചാരികൾ. അക്കരയ്ക്കെത്താൻ ഞാൻ ബുദ്ധിമുട്ടുമ്പോൾ ഇക്കരെ നീയും വന്നതെന്തിനാരോമൽ കുഞ്ഞേ. ആരാരോ 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 ആരിരാരോ. ഓ, ആ വരി കേൾക്കുമ്പോഴല്ലോ, പാട്ട് കേൾക്കുമ്പോൾ രോമാഞ്ച കുട്മളം വരും. ഉറപ്പായിട്ടും. ഞാനിപ്പോ എന്താ പറഞ്ഞ? രോമാഞ്ച കുട്മളം. കുട്മളം. ഓ, എന്താ കഥ, രോമാഞ്ചത്തിന്റെ മുട്ടുകൾ. അതാണ് രോമാഞ്ച കുട്മളം. എല്ലാരും കഞ്ചുകോ അല്ലേ പറയും, നമ്മൾ മാറ്റി പിടിക്കാന്ന് വെച്ചു. നമ്മൾ പുതിയ വാക്കുകൾ, രോമാഞ്ച കുട്മളം. ഇത് പറഞ്ഞു തന്ന ജയേന്ദ്ര സാറാണേ. കുട്മളം ജയചന്ദ്ര സാറിന്റെ വേർഡാണോ? ജയേന്ദ്ര സാർ പറയണം രോമാഞ്ച കുട്മളം. ഇനി നമ്മള് സ്വന്തമായിട്ട് അടുത്ത വാക്കും കണ്ടുപിടിക്കണം കേട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള, ഇപ്പോൾ നാഷണൽ അവാർഡിന്റെ നിറവിൽ നിൽക്കുന്ന നമ്മുടെ വിജയലക്ഷ്മി ചേച്ചിയാണ് ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനിയും ഒരുപാട് ഒരുപാട് വലിയ വലിയ അവാർഡുകൾ കിട്ടട്ടെ, ഒരുപാട് വലിയ നല്ല അവസരങ്ങൾ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം ചെലവഴിച്ച ചേച്ചിക്ക് ഒരുപാട് താങ്ക് യു. യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും, ശ്രീജിഷയ്ക്കും, എല്ലാ ക്യാമറമാൻ എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങളെപ്പോലുള്ളവരാണ് പ്രോത്സാഹനം, നിങ്ങളെ പോലുള്ളവരുടെ പ്രോത്സാഹനമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അതുപോലെ വേണം.